ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. അവരുടെ വിശ്വാസം കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ആ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് സ്ഥാപിക്കുന്നു. മുതലേ ആത്മാവിന്റെ പ്രവൃത്തി ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുവാണ്. ഇന്നും നമ്മള് ഗലാത്യർ ലേഖനം വായിക്കുമ്പോൾ 5:1 വാക്യത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ അടിമതുകം എന്തുവാ എന്ന് നമുക്ക് നോക്കുമ്പം ആദ്യമേ തന്നെ നമുക്കറിയാം, വീണ്ടും നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിലോട്ട് കുടുങ്ങിപ്പോകാതെ ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരായത് പാപത്തിന്റെ ആ അടിമത്തത്തിൽ നിന്നാണ് സ്വതന്ത്രരായത്. ആ പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മളെ ക്രിസ്തു തന്റെ യാഗത്താല്, തന്റെ ക്രൂശിലെ മരണത്തിൽ നമ്മൾ വിശ്വസിക്കുവാൻ കൃപയാലെ നമുക്ക് സാധിച്ചു. നമുക്കതിൽ പ്രശംസിക്കാൻ ഒന്നുമില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് തന്റെ കൃപയാലാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ നിന്നെ തെരഞ്ഞെടുത്തു. ആ വിളി ലോകം ഉണ്ടാകും മുമ്പേ നമ്മുടെ മേൽ ഉണ്ടായിരുന്നു. ചില കുഞ്ഞുങ്ങള് രക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് ജനിക്കുന്നത് കൊണ്ട് അവരങ്ങനെ രക്ഷിക്കപ്പെടുന്നു. എന്നാൽ മിക്ക ആൾക്കാരും ഇവിടെ ഇരിക്കുന്നവര് ഇടയ്ക്ക് 50 വയസ്സും 40 വയസ്സും 60 വയസ്സും ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ രക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളെന്ന് നാമമാത്ര പേരുണ്ടായിരുന്നെങ്കിലും ഈ അടിമനുഖം എന്തായിരുന്നെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്ന. ഏത് അടിമനുഖത്തിൽ നമ്മൾ സ്വതന്ത്രരായി. നമ്മൾ അന്ന് പാപങ്ങൾ ചെയ്യുമ്പോഴും നമുക്കൊരു ഭയമില്ല. നമുക്ക് ഭയമില്ലാതെ, ദൈവഭയമില്ലാതെ നമ്മളങ്ങ് ജീവിക്കുകയായിരുന്നു. കാരണം നമ്മളിന്ന് ആത്മാവിൽ നടക്കുന്ന മനുഷ്യരാണ്. ആത്മാവിന്റെ ഒരു നടത്തിപ്പുണ്ട് നമുക്ക്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പം നമുക്ക് ദൈവഭയവും കൂടെ ഉള്ളിൽ വന്നു. അക്ഷരത്തിൽ കൊത്തിയിരിക്കുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അന്ന് പഴയ നിയമത്തിലെ മോശ വഴി കൊടുത്ത ന്യായപ്രമാണം, കല്ലിന്മേൽ അക്ഷരങ്ങളാൽ എഴുതിയ ആ ന്യായപ്രമാണം ഇന്ന് നമ്മുടെ ആത്മാവിൽ, അകത്തെ മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിൽ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് പൗലോസ് ഒരു സ്ഥലത്ത് പറഞ്ഞ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. ഈ ന്യായപ്രമാണം അനുസരിച്ചല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ന്യായപ്രമാണം ഒട്ടുമേ നമുക്ക് അനുസരിക്കാൻ ഒക്കത്തില്ല. അതൊരു മനുഷ്യന് അസാധ്യമാണ്. അത്രയ്ക്കും കാഠിന്യമാണ് അത്. അതിൽ നിന്ന് നമ്മൾ ആ ന്യായപ്രമാണം അനുസരിച്ച് നീതീകരിക്കപ്പെടുക എന്ന് ഒരു മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് കൃപയില് നമ്മൾ കൃപായുഗത്തിൽ നിൽക്കുക. ആ കൃപയാലാണ് നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനേ നമ്മളൊരു വിശ്വാസിക്ക് പറ്റത്തുള്ളൂ. അപ്പൊ അപ്പോസ്തലന്മാർ ഇത് പറഞ്ഞപ്പം ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നു. മോശ കൊടുത്ത ന്യായപ്രമാണം അനുസരിച്ച് പരിച്ഛേദനം കഴിച്ചേ ഒരു വിശ്വാസി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ പൗലോസ് ബർന്നബാസും ഒക്കെ എതിരെ അവര് വാക്കുകൾ എതിരെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ജാതികളിൽ നിന്ന് വിശ്വാസികളായിട്ട് വരുന്നവരെ നമ്മൾ വലിയ മുഖം വെച്ച് കൊടുക്കരുത്, അവരുടെ മേലെ അവരെ ഭാരപ്പെടുത്തരുത്. കാരണം ഇത് നമുക്ക് കൃപയാലെ ലഭിച്ച. അപ്പൊ പത്രോസ് ഒരുപാട് കാര്യം പറയുന്നത്, കൊർന്നേലിയസിന്റെ വീട്ടിൽ പോയി പ്രസംഗിച്ചപ്പം ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. അവരുടെ വിശ്വാസം കൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ആ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് സ്ഥാപിക്കുവാൻ, അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അപ്പോസ്തലന്മാർ ഒരുപാട് പാടുപെട്ടു. അന്നേരവും അവര് മോശയുടെ ന്യായപ്രമാണം അനുസരിക്കേണ്ടതല്ല ഇതിനകത്തുള്ള ഒരു കാര്യം. കാരണം യേശു പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ പറ്റത്തില്ല. മാറ്റാൻ വന്നതല്ല ഞാൻ. പക്ഷെ ഇതിന്റെ ഒരു വലിയ മർമ്മം എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കി നമ്മളിത് അനുസരിച്ചേ പറ്റൂ. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ വിശുദ്ധരാണ്. അപ്പൊ എങ്ങനെ ആകുന്നത്? ഇങ്ങനെ വചനം പറയുന്നത്, നമ്മളിപ്പോ യെശയ്യാ 50:4 വായിക്കാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. അപ്പൊ ഒരു ശിഷ്യനെ കുറിച്ച് പറയുക, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. ഞാൻ ഒരു തളർന്നിരിക്കുന്നവനെ താങ്ങേണ്ടവനാ ഒരു ശിഷ്യൻ. അപ്പൊ എന്റെ വായിൽ തന്നിരിക്കുന്നത് ആ
വചനം, അതായത് യേശു എന്ന നാമം, ആ നാമം തന്നെ താങ്ങുന്ന നാമമാണ്. കാരണം നമ്മളെ രക്ഷിച്ച നാമമാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തില് ആ പക്ഷപാതക്കാരനെ കുറിച്ച് 9-ാം അധ്യായത്തില് 2-ാം വാക്യം മുതൽ, അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറയുന്ന ഒരു കാര്യം, പക്ഷപാതക്കാരനെ കണ്ടപ്പോ ആദ്യം എന്ത് പറയുന്നത്? മകനെ, ധൈര്യമായിരിക്കുക. അതൊരു വാക്കാ. നമ്മള് പല കാര്യങ്ങളിലും പരാജയപ്പെട്ട്, ബലഹീനപ്പെട്ട്, കരഞ്ഞ്, തളർന്ന്, ഇപ്പൊ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടവന്. ആ പക്ഷപാതക്കാരന് ഒരുപാട് വേദനയുണ്ട്. അവന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അവൻ കിടക്കമേ തന്നെ കിടക്കുക. ആ കിടക്കയോട് കൂടിയാണ് ആൾക്കാർ അവനെ കൊണ്ടുവന്നത്. കർത്താവ് ആദ്യം പറയുന്ന വാക്ക്, മകനെ, ധൈര്യമായിരിക്കുക. ആ വാക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അതാ താങ്ങുന്ന വാക്ക്. നമ്മൾ ഒരാളെ കാണുമ്പം നമ്മളുടെ വാക്കുകൊണ്ട് താങ്ങുന്നവരായിരിക്കണം, തളർത്തുന്നവരാകരുത്. അപ്പൊ യേശു പറഞ്ഞ ആദ്യത്തെ വാക്കിന് ധൈര്യമായിരിക്കുക മകനെ. പിന്നീട് പറയുന്നത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇത് കേട്ടിട്ട് അത് നമുക്കറിയാം, പരിശീലകര് പറയുന്നു, ഇവനാരാണ് പാപങ്ങൾ മോചിക്കാൻ ഭൂമിയിൽ അധികാരമുള്ളത്? അപ്പൊ പാപങ്ങൾ മോചിക്കാൻ ദൈവപുത്രന് അധികാരമുണ്ടെന്ന് കാണിക്കാൻ പിന്നെ ആ പക്ഷപാതക്കാരെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ രക്തസ്രാവക്കാരി സ്ത്രീ, ആ സ്ത്രീയും വന്ന് കർത്താവിനെ തൊടുമ്പോൾ, മകളെ, ധൈര്യമായിരിക്കുക. ഒരു വാക്ക് ആദ്യം പറയുന്നത്, മകളെ, ധൈര്യമായിരിക്കുക. അവൾ ഭയപ്പെട്ടുകൊണ്ടാണ് വന്ന് തൊട്ടത്. കാരണം നമുക്കറിയാം, രക്തസ്രാവക്കാരി സ്ത്രീ പുറത്തിറങ്ങി മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിക്കാൻ പാടില്ല. ഭയത്തോടു കൂടി വന്ന അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശു തന്റെ നിന്ന് ശക്തി പുറപ്പെട്ടത് അറിഞ്ഞ്, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഈ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള ആ വിശ്വാസം ഞാൻ വിശ്വസിച്ച സമയമാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. എങ്കിലും ന്യായപ്രമാണത്തിന് ഒഴിവൊന്നും ഇല്ല. കാരണം ന്യായപ്രമാണം എന്റെ ഉള്ളില, പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവര് തീർച്ചയായിട്ടും ന്യായപ്രമാണം അനുസരിക്കും. കാരണം അകത്തെ മനുഷ്യൻ ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു വാക്ക് തെറ്റ് പറഞ്ഞാൽ, നീ പറഞ്ഞത് തെറ്റാണ് എന്ന് നമുക്ക് അകത്തിരുന്നോണ്ട് ദൈവാത്മാവ് നമ്മളെ നടത്തുക. ഗലാത്യർ 6:1 ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്നാ പറയുന്നത്. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, ഒരു ന്യായപ്രമാണം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. എന്താ? നമ്മൾ വാക്കുകൊണ്ട് താങ്ങുന്നവരായിരിക്കും. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവന് സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും, നമ്മൾ വീഴുന്നവരാ, നമ്മൾ വീണു പോകും. അപ്പൊ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുവപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഇപ്പൊ ന്യായപ്രമാണം ഉണ്ട് അല്ലേ? അപ്പൊ വീണ്ടും ഗലാത്യർ 5:16 പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ ജഡത്തിന്റെ മോഹം വരുമ്പോഴാണല്ലോ പാപം ചെയ്തു പോകുന്നത്. അപ്പൊ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പൊ ജഡത്തെ നമുക്ക് അമർത്താൻ പറ്റും. അല്ലേ? സ്തോത്രം. അപ്പൊ പിന്നെ ആത്മാവിന്റെ ഫലമോ? ഗലാത്യർ 5:22 ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇത്രയും ഒക്കെ നമ്മൾ ആണെങ്കിൽ പിന്നെ ന്യായപ്രമാണം അനുസരിച്ച് കഴിഞ്ഞു എന്ന് വെച്ചാല് ആത്മാവിന്റെ ഫലം, നമ്മളിലുള്ള ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് മുഖാന്തരം പൗലൂസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ കഴിയും. ഞാൻ സകലത്തിന്റെ മേൽ ജയം. ഈ അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകാതെ എന്നെ അടിമപ്പെടുത്തുന്ന എല്ലാ ഈ ജഡത്തിലുള്ള സ്വഭാവത്തിൽ നിന്നും ഞാൻ ജയം എടുക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ്.
അപ്പൊ ഇന്ദ്രിയജയം തന്നെ അതിന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ സൗമ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ദേഷിക്കുവോ? പിന്നീട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ 1:13 പറയുന്നു, സ്നേഹം പകയ്ക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അഹങ്കരിക്കുന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ സ്നേഹം തന്നെ ഒരു ന്യായപ്രമാണത്തിന്റെ പൂർണ്ണത. നിന്നെ പോലെ എന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മള് യേശു പാപങ്ങളെ മോചിക്കുമ്പോഴത്തേക്ക് അന്ന് യേശുവിനെ ഒരുപാട് ഇതാക്കുന്നു. ഈ പാപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. ദൈവത്തോട് അടുപ്പിക്കാനാണ് ദൈവത്തിൽ നിന്ന് അകന്നടന്ന മനുഷ്യനായ നമ്മളെ അടുപ്പിക്കാനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ആ സുവിശേഷമാണ് അപ്പോസ്തലന്മാരെ അറിയിക്കാനായിട്ട് ഭാരപ്പെട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പം അന്ന് ഇതേ കണക്ക് പരിസേയര്, ശാസ്ത്രിമാര്, സദൂക്കര് ഇവരെല്ലാം ഈ മോശയുടെ നിയമം പറഞ്ഞിട്ട് വാഗ്വാദങ്ങളും അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, ഇവര് ജനത്തെ വഴിതെറ്റിക്കുന്നു പറഞ്ഞ് അവർ തടവിലാക്കപ്പെടുന്നു. അങ്ങനെ നമുക്കറിയാം പത്രോസിനെ തടവിലാക്കുമ്പോഴത്തേക്ക് ഉള്ള അവസ്ഥ. അപ്പൊ അന്ത ദൂതന്മാര് ചെന്ന് ഇവരെ പുറത്തു കൊണ്ടുവരുന്നതും പരിശുദ്ധാത്മാവിന്റെ ഇടപെടല്. അപ്പോസ്തല പ്രവൃത്തി കാണുന്നത് പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ച് അവിടെ പോവുക, അവിടെ പോകണ്ട എന്ന് പറയുന്ന അനുസരിച്ച്. അപ്പൊ അന്ന് മുതലേ ആത്മാവിന്റെ പ്രവൃത്തി ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുവാണ്. ഇന്നും നമ്മുടെ ഇടയിൽ പ്രവചനമുണ്ട്, ദൂതമുണ്ട്. കർത്താവിന്റെ ആത്മാവ് അനുസരിച്ച് നടക്കുന്നവർക്ക് ഇന്നും അന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അതേ പ്രവചനവും ദൂതും ദർശനങ്ങളും വെളിപാടുകളും ലഭിക്കുന്നുണ്ട്. നമ്മളും അവന്റെ വചനം അനുസരിച്ച് നടന്നാൽ, അവരോട് ചേർന്ന് നടന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും കൃപാവരങ്ങളും നമുക്ക് ലഭിക്കും. അന്ന് അപ്പോസ്തലന്മാര് രോഗികളെ എല്ലാം സൗഖ്യമാക്കി. പത്രോസും പൗലോസും എല്ലാം അവരുടെ നിഴലടിച്ചപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു. അപ്പൊ അഭിഷേകത്താൽ മുഖത്തെ തകർക്കാൻ പറ്റും. ഈ അടിമതുകം രോഗമാകാം, ദാരിദ്ര്യമാകാം, പല പാപങ്ങളാകാം, എല്ലാം ഏത് അടിമതുകത്തിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയണം. അഭിഷേകത്താൽ മുഖത്തെ തകർക്കാൻ നമുക്ക് കഴിയും.